പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നെയ്യാണ്. നെയ്യ് പാലിൽ നിന്ന് നമുക്ക് എങ്ങനെ എടുക്കാം, അതായത് ഞാൻ നേരത്തെ ഒരു ചെറിയ വീഡിയോ വിട്ടിട്ടുണ്ട്. ചെറിയ വീഡിയോ പറഞ്ഞാൽ വിട്ടത് എല്ലാവർക്കും അതിലൊരു വിശദം ഒരു കുറവ് പോലെ തോന്നണം. കാരണം എന്താ വെച്ചാൽ ഇത് എങ്ങനെയാണ്, അത് അങ്ങനെയാവോ, ഇത് ഇങ്ങനെയാവോ, ഒഴിക്കണോ എന്നൊക്കെ എന്നെ കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെയല്ല, അതിൻ്റെ എല്ലാ വിശദമായിട്ട് പാല് കാച്ചി അതിന്ന് പാൽപ്പാട ഞാൻ എടുത്തതിൻ്റെ ശേഷം അപ്പം തന്നെ നെയ്യ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇപ്പം ഞാൻ പാല് വാങ്ങിച്ചിട്ടുണ്ട്. പാലൊഴിച്ച് കായം വെക്കുന്നത് ഒക്കെ എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്ന വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പാല് തിളപ്പിക്കലാണ്. പാല് തിളപ്പിക്കുന്ന മുന്നേ ഒരു കാര്യം പറയാം. എങ്ങനെയാണ് പാലിൻ്റെ പാട സൂക്ഷിക്കുന്നതെന്നായിരിക്കും. ഇത് ഞാൻ ഓരോ ദിവസങ്ങളും പാലിൻ്റെ പാട എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് വ്യത്യസ്തമായ പാത്രങ്ങളാണ്. എന്താ വെച്ചാൽ നമ്മുടെ അവിടെ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾക്ക് എടുത്ത് ഞാൻ പറയാനുള്ളത്, എപ്പോഴും നമ്മൾ പാലിൻ്റെ പാട എടുത്ത് വെക്കുന്നത് ഫ്രീസറിൽ മാത്രമേ വെക്കാവൂ. അഥവാ നമ്മൾക്ക് മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പാൽപ്പാട നമുക്ക് ശരിയായിരിക്കില്ല. ഇതിലെല്ലാവരും പറയുന്നത് ഇതിൽ ഒഴിക്കണം എന്ന്. ഒരിക്കലും ഒഴിക്കണ്ട. നിങ്ങൾക്ക് അതും കൂടെ ഞാൻ ഇതിൽ എങ്ങനെയാണ് നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതായിരിക്കുന്നത്. അപ്പം എന്താ വേണ്ടത്, ഇതാ നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും കൂടെ ചെയ്യും. ഒന്ന് നന്നായി നോക്കിക്കോളൂ. ഇതിൽ ഞാൻ ഒഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല, നല്ല പോലെ നോക്കിക്കോളൂ. ഇനി എന്താ വേണ്ടത്, നമുക്ക് പാൽ എങ്ങനെയാണ് ഞാൻ തിളപ്പിച്ചിട്ട് അതിന്ന് പാൽപ്പാട മാറ്റണത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് എനിക്കിത് ഒരുപാട് മാസങ്ങളിലാണ് കേട്ടോളൂ. കാരണം എന്താ വെച്ചാൽ ഏകദേശം 1.5 മാസത്തെ പാലിൻ്റെ പാട ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. ഞങ്ങൾ ഫ്രീസറിൽ മാത്രം സൂക്ഷിച്ചതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ നിന്ന് ഇത് എടുത്തിരിക്കുന്നത്. ഇനി എന്താ വേണ്ടത്, നമ്മൾക്ക് പാല് തിളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒത്തിരി അടി കട്ടിയുള്ളത് വെച്ച് കൊടുക്കണം. കട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ നമുക്ക് അടി പിടിക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. ഇപ്പം ഞാൻ ഇതിൽ 4 ലിറ്റർ പാല് വാങ്ങിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, 4 ലിറ്റർ പാല് വാങ്ങിച്ചിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് ഇപ്പോൾ നമ്മൾ നിറയെ പാലിങ്ങനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെ മേടിക്കണവരെന്ത് കേട്ടോ, നമ്മൾ നല്ല പിടിയുള്ള പാത്രത്തിലായിരിക്കും അധികം കാച്ചുക. ഒന്ന് നല്ലോണം ഇടയ്ക്ക് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താലും മതി. അതായത് ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് ഫുള്ളിൽ വെക്കണമെന്നില്ല, കമ്മിയായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും മേടിച്ച കാരണമാണ് ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയണത്. നല്ല പോലെ ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ നല്ല പോലെ പാല് തിളപ്പിച്ചു, അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. 1/2 മണിക്കൂർ വരെയാണ് ഞാൻ ഇത് തിളപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ നമ്മുടെ പാല് നല്ല പോലെ തണുത്തിട്ടുണ്ട്. നോക്കിക്കോളും, നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാലിൻ്റെ പാട നല്ല തിക്കൻസായിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇങ്ങനെയാണ് കിട്ടുക. നല്ല തണുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും പാലിൻ്റെ പാട. ഇതിനെയാണ് നമ്മൾ മാറ്റി വെക്കാൻ പോണത്. ആ മാറ്റി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പാലിൻ്റെ പാട നമ്മൾ നീക്കം ചെയ്യണമെന്ന് വെച്ചാൽ കലങ്ങാതെ എടുക്കണം. അതായത് നമ്മൾ അതിനെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് മെല്ലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞു തരാതാ. ഇങ്ങനെ കിട്ടും നമുക്ക്, ഇത്രയും കിട്ടും. ഇതിനെയാണ് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുന്നത് ഓരോ ദിവസം തോറും. ഇതങ്ങനെ നെയ്യാണ്, ഇതിലൊന്നും നമുക്ക് കളയാനുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ അരുകത്തൊക്കെ ചെറുതായിട്ടുണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പാൽപ്പാട ഞാൻ എടുത്ത് വെക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിതിന്ന് എങ്ങനെയാണ് വെണ്ണ എടുക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ്, ഒരു ജാറ്. കുറച്ച് കുറച്ച് അടിക്കാവോ,
അത് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് വന്ന് നിറയും. ഇപ്പോൾ നല്ല തണുപ്പുള്ള കാലമായതുകൊണ്ട് നമുക്ക് ഐസ് വാട്ടർ ഒന്നും വേണ്ട, നേരിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നോക്കിക്കോളൂ, ഞാൻ വെണ്ണ പ്രത്യേകം കാട്ടിത്തരാം. ഇത് നോക്കിക്കോളൂ, ഇത്രയും നമുക്ക് കിട്ടുകയാണ്. ഈ വെണ്ണനെ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നേരിട്ട് വെള്ളത്തിൽ കൊട്ടുകയാണ്. അതാണ് വെള്ളത്തിൽ കൊട്ടിക്കൊണ്ടേ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈസി ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോക്കിക്കോളൂ, ഇതോടെ നിങ്ങളിതിൽ കൊട്ടിക്കോളൂ. ഇങ്ങനെ കൊട്ടിക്കോളൂ. അപ്പോൾ ഇതിൽ നിൽക്കുന്നത് കണ്ടില്ലേ? തനിയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഒരു കാര്യം ഇത് എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴാണ് ഇത് അടിക്കണം, നമുക്കിപ്പോൾ നെയ്യ് എടുക്കാൻ തോന്നണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കണം. എന്തിനാണ്? നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതും കൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ നേരിട്ട് കൊട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതിലും കൂടെ നോക്കിക്കോളൂ, നന്നായിട്ട് തനിച്ച അതായിട്ട് വെണ്ണ മാത്രമായിട്ട് വരും. അപ്പോൾ നമ്മൾക്കിത് എല്ലാം ഒന്ന് ഞാൻ ഇതുപോലെ അടിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ മിക്സിയിൽ നമ്മളിങ്ങനെ ഈ ജാറിൽ അതായത് ഈ പാൽപ്പാട ഇടുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇടാൻ പറ്റുള്ളൂ. കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വെണ്ണ പെട്ടെന്ന് കിട്ടില്ല. കൂടുതലിട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതാ ഇടുന്നുണ്ടെന്ന് നോക്കിക്കോളൂ. ചിലവർ വിചാരിക്കും ഇത് ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ വെണ്ണ വരുമെന്ന് വിചാരിക്കും. വെണ്ണ വരില്ല, നോക്കിക്കോളൂ. ഒത്തിരി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അടിക്കാം. കുറേ പേര് കംപ്ലൈൻ്റ് ഉണ്ട്, വെണ്ണ ഇങ്ങനെയാണെന്ന്. പക്ഷേ ഇത്ര ഇടുമ്പോഴാണ് ഞാൻ കാണിച്ചത്. ഇത്ര ഒരിക്കലും ഇടരുത്. ഇതിന് 2 മിക്സി പകർത്തി കൊടുക്കാം നമുക്ക്. നോക്കിക്കോളൂ, കുറച്ച് ഇതിലിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിൽ തന്നെ. ഇപ്പം നോക്കിക്കോളൂ, അതിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല കാണിച്ചത്. ഇത് നോക്കൂ, ഇത് ഞാൻ 2ാം മാറി ഒഴിച്ചതാണ്. ഇതിൽ നോക്കിക്കോളൂ, പത പോലെ ഇരിക്കും. ഇതിലെന്താ ചെയ്യേണ്ടത്? നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേ സമയത്ത് ഇത് നിറയെ വെള്ളം ഒഴിച്ച് അടിച്ചതാണ്. വെള്ളം എവിടെ നിൽക്കണ്, വെണ്ണ എവിടെ നിൽക്കണമെന്ന് പ്രത്യേകം ഞാൻ കാണിച്ചു തരേണ്ടത്. അപ്പോൾ എല്ലാവരും പറയണത് ഇതാണ്, എന്താണ് അടിക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുന്നു, എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയണത്. അപ്പോൾ എപ്പോഴും പാൽപ്പാട നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണ് ഇതേപോലെ വലിയ ജാറിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി മുക്കാലും നല്ല ഐസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വേനൽക്കാലമാണെങ്കിൽ ഐസ് വെള്ളം, മഴക്കാലമാണെങ്കിൽ സാധാരണ നമ്മൾ നേരിട്ട് വെള്ളം ഒഴിച്ചോളൂ. ഇതപ്പോൾ കാണിച്ചു തന്നല്ലേ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാൽപ്പാടയൊക്കെ നല്ല പോലെ എടുത്തിട്ടുണ്ട്. നന്നായി നോക്കിക്കോളൂ. 2 ജാറിട്ടിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ആ കഴുകിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി ഇതിനെ 3-4 വട്ടം കഴുകണം. എന്താ അങ്ങനെ കഴുകണം പറഞ്ഞതും കൂടെ നമുക്ക് കാണിച്ചു തരാം. ഇത് നോക്കിക്കോളൂ, ഇത് കണ്ടില്ല, ഇത് നല്ല ഇങ്ങനെ ഈ പാലിൻ്റെ കളറ് വരും. ഇത് ഉണ്ടാകാൻ പാടില്ല. ഈ വെള്ളമാണ് നമുക്ക് എടുത്ത് കഴുകേണ്ടത്. ആ ഒരു 3-4 വട്ടം കഴുകട്ടെ. ഇനി ഇതിന് ഞാൻ ഒരു 3-4 വട്ടം ഇതേപോലെ തന്നെ കഴുകി നല്ല പോലെ കഴുകിയെടുക്കണം. എന്നാലേ നമുക്ക് നെയ്യ് നല്ല മണം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ 3-4 വട്ടം കഴുകിയിട്ടുണ്ട്. നന്നായി നോക്കിക്കോളൂ. അപ്പോൾ ഈ വെണ്ണ ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ. ഇനി നമ്മൾക്ക് വെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ.
ഒന്നിങ്ങനെ തട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇനി നമുക്കിതിനെ ഉരുക്കാൻ വയ്ക്കാം. ഗ്യാസ് കത്തിച്ചു. ഇനി നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. നിങ്ങൾ എന്താ ഇത്ര വലിയ പാത്രം എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ വെണ്ണ ഉരുക്കാൻ വയ്ക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഹൈറ്റുള്ള പാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഉരുകി പതഞ്ഞൊക്കെ വരും. അപ്പോൾ നമ്മൾക്ക് ചെറിയ പാത്രമാകുമ്പോൾ അതൊക്കെ വെളിയിൽ പോവും. എപ്പോഴും ഇത്തിരി വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിൽ തന്നെ എല്ലാം സെറ്റായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്താ വെച്ചാൽ അടി പിടിക്കും. സൗകര്യം പോലെ ഇളക്കാമല്ലോ നമ്മൾക്ക്. അതിനാണ് ഞാൻ ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഉരുക്കണവർക്കാണെങ്കിലും ഞാൻ പറയണത് ഇത്തിരി വലിയ പാത്രത്തിൽ ഉരുക്കണതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ അങ്ങനെ നന്നായി ഉരുകട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഏകദേശം അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമുക്ക് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ എന്തിനാ ഇത്രയും വലിയ പാത്രത്തേക്ക് ഒഴിച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചൂടാറിയിട്ട് നമുക്ക് ബോട്ടിലിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് ബോട്ടിലിൽ എങ്ങനെ ഒഴിക്കണമെന്ന് കാണാം. അപ്പോൾ നെയ്യ് നമ്മുടെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ ഈ ബോട്ടിലേക്ക് ഇതോടെ ഒഴിക്കാൻ പറ്റില്ല. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കോളൂ. അപ്പോൾ അടിയിൽ ഇത്തിരി കക്കം, അതായത് വേസ്റ്റൊക്കെ ഉണ്ട്. ഞാനപ്പോൾ അതും ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിലുകളിലൊക്കെ നിറയ്ക്കാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരിക്കൽ നെയ്യ് ഉണ്ടാക്കിയതിൽ ഒരു 7.5 ലിറ്റർ നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഒരു ബോട്ടിലിൽ 1 ലിറ്റർ നെയ്യാണ് എൻ്റെ ഇതിൽ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ഞാൻ എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പാല് കാച്ചി കുറേശ്ശെയാണെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ നെയ്യ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇത്ര ഉണ്ടാക്കണം എന്നില്ല, ഒരുപാടാകണമെന്നുമില്ല, കുറച്ചായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 3 മാസം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമ്മൾ എല്ലാതും കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ്. നെയ്യൊക്കെ അധികം കുട്ടികൾക്കൊക്കെ കൊടുക്കും. ഒരു 3 മാസമായ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇത് നമുക്ക് വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു പേടിയോ ഒന്നുമില്ല. അതാ സ്വന്തം നമ്മൾ പാല് വാങ്ങിക്കണോ, കാച്ചണോ, അതിൻ്റെ പാട മാറ്റണോ, ഇതേപോലെ നിങ്ങൾക്കിതിൽ വൃത്തിയായി ഞാൻ കാണിച്ചു തരേണ്ട ഈ വീഡിയോയിൽ കൂടെ. ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കണം. ഇതിനേക്കാളും ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും എൻ്റെ. അതുവരെയ്ക്കും ബൈ.
അപ്പോൾ നെയ്യ് എപ്പോഴും നല്ലപോലെ തണുത്ത ശേഷം നമുക്കിങ്ങനെ മൂടി, അതായത് ബോട്ടിലിൽ ഒഴിച്ച് ഇതുപോലെ മൂടി വെക്കാൻ പറ്റുള്ളൂ. മൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലോ നമുക്ക് 2 കൊല്ലം വരെ ഇരിക്കും. നമ്മൾ വെളിയിൽ വെച്ചിട്ട് ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.